നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്ത് തന്നെ ഏറ്റവും സമഗ്രമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ കൊച്ചു കേരളത്തിലെ 2025 മെയ് മാസത്തെ പെൻഷൻ വിതരണമാണ് ഇനിയിപ്പോൾ നടക്കുവാൻ പോകുന്നത്. മെയ് മാസം 21-ാം തീയതി പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ 24-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതായത് ശനിയാഴ്ചത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു പെൻഷൻ വിതരണം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശനിയാഴ്ച മുതലായിരിക്കും അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് കൈകളിലേക്കുമൊക്കെ പെൻഷൻ എത്തിത്തുടങ്ങുക. 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുള്ള നമ്മളുടെ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് 50 ലക്ഷത്തോളം ആളുകൾക്ക് സംസ്ഥാനത്ത് ഈ മാസം 3200 രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുവാൻ പോകുന്നത്. കുടിശ്ശികയുള്ള 3 മാസത്തെ പെൻഷൻ തുകയിൽ നിന്നും ഒരു ഗഡു പെൻഷൻ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും മെയ് മാസത്തെ പെൻഷൻ വിതരണം നടത്താൻ പോകുന്നത്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്നും കൃത്യമായി മസ്റ്ററിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക എത്തിച്ചേരുമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മാസത്തെ കുടിശ്ശികയായിരിക്കും അവശേഷിക്കുക. അതായത് ഈ മാസം ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്തു കഴിഞ്ഞാൽ 2 ഗഡു പെൻഷൻ കുടിശ്ശികയായിരിക്കും അവശേഷിക്കുക. അത് ഈ വർഷത്തിൽ തന്നെ വിതരണം ചെയ്ത് തീർക്കുമെന്നും ബഹുമാനപ്പെട്ട ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം 2024 മാർച്ച് മാസത്തിന് ശേഷം എല്ലാ മാസവും കൃത്യമായി തന്നെ 1600 രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ ഇപ്പോൾ മുടങ്ങാതെ നമ്മളുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2024 മാർച്ച് മാസത്തിന് മുമ്പ് പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കായിരിക്കും അന്ന് കുടിശ്ശികയായിട്ടുള്ള ഈ ഒരു പെൻഷൻ തുകയായ 3200 രൂപ അല്ലെങ്കിൽ ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപ എത്തിച്ചേരാൻ പോകുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക്, അതായത് 2024 മാർച്ച് മാസത്തിന് ശേഷം പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് 1600 രൂപ വീതം മാത്രമായിരിക്കും എത്തിച്ചേരുക. പല ആളുകളും നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തി ചോദിക്കുന്നുണ്ട്, എനിക്ക് 3200 രൂപ ഈ മാസം ലഭിക്കുമോ എന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2024 മാർച്ച് മാസത്തിന് മുമ്പ് കുടിശ്ശികയായിട്ടുള്ള പെൻഷനാണ് വിതരണം ചെയ്യുന്നത്. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു പെൻഷൻ തുക, അതായത് ഒരു ഗഡു കുടിശ്ശിക കൂടി കിട്ടുക എന്ന് നമ്മളെല്ലാവരും പ്രത്യേകം ഓർത്തു വയ്ക്കുക. അതിനുശേഷം പെൻഷന് അപേക്ഷ കൊടുത്ത് പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊന്നും ഈ ഒരു കുടിശ്ശിക പെൻഷൻ ലഭിക്കുകയില്ല എന്ന് എല്ലാ ആളുകളും മനസ്സിലാക്കുകയും ബാക്കിയുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക. 3200 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 2 സമയങ്ങളിലായിരിക്കും 1600 രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. അതായത് ഒരു 1600 രൂപ പെൻഷൻ ഒരു ഗഡു വന്നു കഴിഞ്ഞാൽ പിന്നെ 1-2 മണിക്കൂറിന് ശേഷമായിരിക്കും അടുത്ത 1600 രൂപ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ഇത്തരത്തിൽ 2 പ്രാവശ്യമായി നമുക്ക് 3200 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് 3200 രൂപ ഒരുമിച്ച് നമ്മളുടെ വീടുകളിലേക്ക് സഹകരണ ബാങ്കിലെയോ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിലെയോ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളുകളോ എത്തിച്ചു നൽകും. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്